പാലയാട് ദേശീയ വായനശാല ഗ്രന്ഥാലയം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 2-ന് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പാലയാട് ദേശീയ വായനശാല ഗ്രന്ഥാലയം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 2-ന് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1985-ൽ കേരള ഗ്രന്ഥശാല സംഘത്തിന് കീഴിൽ അഫിലിയേഷൻ ലഭിച്ച് 40 വർഷങ്ങളായി പല വാടക കെട്ടിടങ്ങളിലും പ്രവർത്തിച്ചുവരുന്ന ഗ്രന്ഥാലയത്തിന് 2021-ലാണ് നിർമ്മാണത്തിനായി MLAയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് അധ്യക്ഷനാവുന്ന ചടങ്ങിൽ പ്രാദേശികമായ രചനകളും സൃഷ്ടികളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് യുവ എഴുത്തുകാരി ശ്യാമിലി പ്രവീൺ MT അനുസ്മരണ പ്രഭാഷണം നടത്തും. വിവിധ ജനപ്രതിനിധികൾ, ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടനം യഥാർത്ഥത്തിൽ നടക്കുക ജനുവരി 2-ന് MLA ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പാലയാട് നടയിൽ ഒരുക്കിയ വലിയ സ്റ്റേജിൽ വെച്ച് MLA അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് TK അഷ്റഫ് അവരുകളാണ് അധ്യക്ഷത വഹിക്കുക. തുടർന്ന് അങ്ങോട്ട് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ആശംസ അർപ്പിച്ച് സംസാരിക്കും. അതിനോടനുബന്ധമായി ജനുവരി 1-ന് നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും വിവിധ കലാപരിപാടികൾ ജനുവരി 1-ന് പാലയാട് നടയിൽ അരങ്ങേറുന്നതാണ്. വളരെ കാലം മുമ്പ് രൂപം കൊണ്ട ലൈബ്രറി എന്ന നിലയിൽ അതിൻ്റെ കെട്ടിടം ഉയരുന്ന വേളയിൽ ഏറ്റവും നല്ല അനുഭവമാക്കി അതിനെ മാറ്റി തീർക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരൊക്കെ. മൊത്തം 18 ലക്ഷത്തോളം കെട്ടിടത്തിനായി 15 ലക്ഷം MLA തരികയും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ പ്രവർത്തനം നമ്മൾ ആ അടിത്തറക്ക് കൂടുതൽ പൈസ വേണ്ട വന്നതുകൊണ്ട് 15 ലക്ഷം രൂപ മതിയായില്ല. അതുകൊണ്ട് ലൈബ്രറി സംഭാവനയിലൂടെ സമാഹരിച്ച തുക കൂടി ഉപയോഗിച്ചാണ് ഒരു 18 ലക്ഷത്തോളം വരുന്നത്. അതിൻ്റെ പ്ലംബിംഗ് ജോലി, വയറിങ് കൂടാതെ ഒരു ഘട്ടം എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള സംഗതി ഒരു 3 ലക്ഷം രൂപ ഞങ്ങൾ തനതായി കണ്ടെത്തിയാണ് പൂർത്തീകരിക്കുന്നത്. നാട്ടിലെ ആളുകളുടെ സൃഷ്ടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 100 പേജുള്ള സ്മരണിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രകാശന ചടങ്ങ് കൂടി അന്നേ ദിവസത്തെ ചടങ്ങിൽ നടക്കും. ഒപ്പം ശ്യാമിലി എന്ന് പറയുന്ന യുവ എഴുത്തുകാരി, ശ്യാമിലി പ്രവീൺ എന്ന് പറയുന്ന യുവ എഴുത്തുകാരിയുടെ MT അനുസ്മരണം കൂടി ആ ചടങ്ങിൽ വെച്ച് നടക്കും. അവരാണ് സുവനീർ അല്ലെങ്കിൽ സ്മരണിക പ്രകാശനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാലയാട്ട് നടയിൽ ഒരുക്കുന്ന സ്റ്റേജിൽ ജനുവരി 1-ന് കലാസന്ധ്യയും 2-ന് മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുടുംബ സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.